നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സ്പീക്കർക്ക് അതൃപ്തി. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘം എംഎൽഎമാരുടെ മൊഴി രേഖപ്പെടുത്തിയ സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ. ആലുവ എംഎൽഎ അൻവർ സാദത്ത്, മുകേഷ് എന്നിവരുടെ മൊഴി എംഎൽഎ ഹോസ്റ്റലിൽ വെച്ച് രേഖപ്പെടുത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് ആരോപണം. വിഷയത്തിൽ ചീഫ് മാർഷലിനോട് റിപ്പോർട്ട് തേടി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. എംഎൽഎമാരുടെ മൊഴിയെടുത്ത കാര്യം താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. നേതാക്കളിൽ നിന്ന് വിവരശേഖരണം നടത്താൻ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി വേണമെന്നിരിക്കെ അന്വേഷണ സംഘം മൊഴിയെടുത്തത് നടപടിക്രമങ്ങൾ പാലിക്കാതെ. പി.ടി. തോമസ് എംഎൽഎയുടെ മൊഴിയെടുപ്പ് മുൻകൂട്ടി അറിയിച്ച ശേഷം മാത്രമേ നടത്താവൂവെന്നും അന്വേഷണ സംഘത്തിന് സ്പീക്കറുടെ നിർദ്ദേശം. മൊഴിയെടുപ്പിൽ പൾസർ സുനിയുമായി തനിക്ക് അടുത്ത പരിചയമെന്ന് മുകേഷ്. 1 വർഷത്തോളം തന്റെ ഡ്രൈവറായിരുന്ന സുനിക്ക് വീട്ടുകാരുമായും അടുത്ത ബന്ധം. നടി ആക്രമിക്കപ്പെട്ട വിവരം താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും മൊഴിയെടുപ്പിൽ മുകേഷ്. അകന്നുമാറുന്ന ജാമ്യം. ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി ഹൈക്കോടതി. കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന പ്രോസിക്യൂഷൻ വാദത്തിന് അനുമതി. ഇക്കാരണത്താൽ ഹർജി മാറ്റിവെക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. ദിലീപിനെതിരെയുള്ളത് പൾസർ സുനിയുടെ മൊഴി മാത്രമെന്ന് ജാമ്യ ഹർജിയിലെ വാദത്തിൽ പ്രതിഭാഗം. താരം അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ദീർഘദിവസം ചോദ്യം ചെയ്തതിനാൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്നും വാദം. അറസ്റ്റിനു കാരണമായി പ്രോസിക്യൂഷൻ നിരത്തുന്ന 19 സംഭവങ്ങളിൽ 8 എണ്ണവും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതെന്നും ദിലീപിന്റെ അഭിഭാഷകൻ. നടിയെ ആക്രമിച്ച കേസിൽ തെളിവ് ശേഖരണം തുടരവെ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് സംശയിക്കപ്പെടുന്ന മെമ്മറി കാർഡ് പോലീസ് കസ്റ്റഡിയിൽ. എന്നാൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജൂനിയറിൽ നിന്ന് കണ്ടെടുത്ത മെമ്മറി കാർഡ് ശൂന്യമെന്നും പോലീസ്. ഫയലുകൾ മായ്ച്ചു കളഞ്ഞതാണോ എന്ന് തീർച്ചയാക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്കും തീരുമാനം. മുൻകൂറായി സെൻകുമാർ. മതവിരോധമുണ്ടാക്കുന്ന പരാമർശം നടത്തിയെന്ന കേസിൽ ടി.പി. സെൻകുമാറിന് ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യം. കേസിൽ മുൻ പോലീസ് മേധാവിയെ അറസ്റ്റ് ചെയ്താൽ ഉടൻ വിട്ടയക്കണം. 30,000 രൂപയ്ക്കും 2 പേരുടെ ആൾജാമ്യത്തിലുമാണ് വിട്ടയക്കേണ്ടതെന്നും ഉപാധി. സെൻകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 24-ന് വാദം തുടരും. സെൻകുമാറിന്റെ മുൻകൂർ ജാമ്യശ്രമം കേസിൽ മൊഴിയെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ. സംഭവത്തിൽ വിവാദ അഭിമുഖം പ്രസിദ്ധീകരിച്ച വാരികയുടെ പത്രാധിപരിൽ നിന്നും ലേഖകനിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. അതേസമയം അഭിമുഖത്തിൽ താൻ പറഞ്ഞത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടെന്നും അന്വേഷണത്തെ നേരിടുമെന്നും സെൻകുമാർ. പരിഹാരം തേടുന്ന സമരം. ആരോഗ്യമേഖലയിൽ ആശങ്ക പടർത്തി നഴ്സുമാരുടെ സമരം പരിഹാരമില്ലാതെ. കാസർഗോഡ് ജില്ലയിലെ സമരക്കാരുമായി ജില്ലാ കളക്ടർ നടത്തിയ സമവായ ചർച്ച പരാജയം. സമരം നേരിടാൻ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ജോലിക്കെത്തിക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടി. സ്വകാര്യ ആശുപത്രികളിൽ ജോലിക്ക് പോകില്ലെന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിശദീകരണം. ആശുപത്രി രജിസ്റ്ററിൽ പോലും പേരില്ലാത്ത വിദ്യാർത്ഥികളെ സേവനത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ. ശമ്പള വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്നും വിശദീകരണം. അതേസമയം വ്യാഴാഴ്ചത്തെ സമവായ ചർച്ചയിൽ പ്രതീക്ഷയെന്നും സംഘടന. ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സമരക്കാർ തയ്യാറാകാത്ത കണ്ണൂർ ജില്ലയിൽ നിരോധനാജ്ഞ. ക്രിമിനൽ നടപടിക്രമം 144 അനുസരിച്ചുള്ള കളക്ടറുടെ നടപടി പകർച്ചപ്പനി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. നഴ്സുമാർ സമരം ചെയ്യുന്ന ആശുപത്രികളിൽ പോലീസ് ജാഗ്രത. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.